വെറ്റിനറി കോളേജ് ചൂസ് ചെയ്യുമ്പം ഡീംഡ് എടുക്കണോ, അതേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എടുക്കണോ, അതോ സ്റ്റേറ്റിൻ്റെ അണ്ടറിലുള്ള പ്രൈവറ്റ് വെറ്റിനറി കോളേജ് എടുക്കണോ? അതെ, MBBS പോലെ തന്നെ വെറ്റിനറിക്ക് ഇതുപോലെ തന്നെ പല ടൈപ്പ് ബോർഡിന് അണ്ടറിൽ വരുന്ന കോളേജുകളുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഡീംഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ചുരുക്കി പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, ഏതെടുത്താലും ഷെഡ്യൂൾ 1 കോളേജ് എടുക്കുക. അതെ, ഈ 3 കാറ്റഗറിയിലും ഷെഡ്യൂൾ 1 കോളേജുകളുണ്ട് അല്ലേ? അതെ. എന്ന് പറഞ്ഞാൽ VCA റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന ഈ 3 കാറ്റഗറിയും VCA റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന ഏതാണ് ഈ പറഞ്ഞ പോലെ പെർമനൻ്റ്ലി അഫിലിയേറ്റഡ് ആയ കോളേജ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് വർക്ക് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് തരുന്നത് കേരള വെറ്റിനറി കൗൺസിലാണ്. അവരെ സംബന്ധിച്ച് നിങ്ങൾ എവിടെ പഠിച്ചു എന്നുള്ളത് മാറ്ററേ അല്ല. അവർ നോക്കുന്നത് നിങ്ങൾ ഷെഡ്യൂൾ 1 കോളേജിലാണോ പഠിച്ചേക്കുന്നത്. അതാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് ഏതാണ് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ കേരള രജിസ്ട്രേഷൻ തരുവാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ പഠിക്കും എന്നുള്ളത് ഈ പറയുന്ന പോലെ അത്ര റിലവൻ്റ് അല്ല. VC അപ്രൂവൽ ഉണ്ടോ, ഷെഡ്യൂൾ 1 ആണോ, നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആയിരിക്കും. അതെ, ഷെഡ്യൂൾ 1 കോളേജുകൾ ചൂസ് ചെയ്യുക. അതിപ്പോൾ ഡീംഡ് ആയിക്കോട്ടെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഈ പറഞ്ഞ സ്റ്റേറ്റിൻ്റെ അണ്ടറുള്ള കോളേജ് ആയിക്കോട്ടെ. നമുക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള, ഇപ്പോൾ നിങ്ങൾ നീറ്റ് ടെസ്റ്റ് ക്വാളിഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതിനകത്തുള്ളിൽ അഡ്മിഷൻ കിട്ടും. ഈ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ നോക്കേണ്ടത് അവിടെ കിട്ടണ ഇൻഡിവിജ്വൽ കോളേജ് നിങ്ങൾക്ക് തരുന്ന ക്വാളിറ്റി നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. അവിടുത്തെ ഫീസ് സ്ട്രക്ചർ നോക്കണം, അവിടുത്തെ മലയാളി പോപ്പുലേഷൻ നോക്കണം. ഇതാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഡീംഡ് തന്നെ നല്ല പ്രീമിയം കോളേജുകൾ, ഈവൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയെക്കാളും നല്ല പ്രീമിയം കോളേജുകളും ഉണ്ട്. അതുപോലെ തന്നെ തീരെ ലോക്കൽ കോളേജുകളും ഉണ്ട് ഡീംഡിൽ തന്നെ. ഇതിൻ്റെ അകത്ത് ആളുകൾ നോക്കുന്ന സ്റ്റേറ്റിൻ്റെ അണ്ടറിൽപ്പെട്ട കോളേജുകൾ നല്ലതാണെന്നായിരിക്കുമല്ലോ ചിന്തിക്കുന്നത്. പക്ഷേ ഏറ്റവും മോശം കോളേജുകൾ വരുന്നത് സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കാരണം നല്ലതുമുണ്ട്. സോ ആ ക്രൈറ്റീരിയനേക്കാൾ കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത് ഷെഡ്യൂൾ 1 കോളേജിലാണോ നോക്കുക. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ സ്റ്റുഡൻറ്റ് കുട്ടിക്ക് പോയി പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഇതിനകത്ത് ചൂസ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ വെറ്റിനറി അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.